നമസ്കാരം. എരുമേലിയിലെ വില നിയന്ത്രണം സംബന്ധിച്ചുള്ള ഹൈക്കോടതി വിധിക്ക് പുല്ലുവില കൽപ്പിച്ച് ഭക്തന്മാരോട് തീവെട്ടിക്കൊള്ള തുടരുന്നു. 6 മണിക്കൂർ മിനി ബസ് പാർക്കിങ്ങിനായി വാങ്ങിയത് 1200 രൂപയാണ്. അമിത നിരക്ക് ചോദ്യം ചെയ്ത ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം എരുമേലി ചെറുവള്ളി റോഡിലുള്ള കണ്ണങ്കര മൈതാനത്താണ് സംഭവം. രാത്രിയിൽ അമിതവില ഈടാക്കുന്നത് ചോദ്യം ചെയ്ത ശബരിമല കർമ്മസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമേലി സ്വദേശികളായ NR വേലുക്കുട്ടി, നന്ദു, ശ്രീകുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത്. പോലീസിന്റെ ഡ്യൂട്ടിക്ക് തടസ്സം നിന്നുവെന്ന് പറഞ്ഞായിരുന്നു അറസ്റ്റ്. വിവിധ പാർക്കിംഗ് മൈതാനം നടത്തിപ്പുകാരിൽ നിന്നും പോലീസ് വൻതോതിൽ പണപ്പിരിവ് നടത്തിയെന്ന് ആക്ഷേപം നിലനിൽക്കെയാണ് പോലീസിന്റെ അറസ്റ്റ്. വാഹനം റോഡിൽ തടഞ്ഞ് സ്റ്റേഡിയത്തിലേക്ക് കയറ്റുന്നതിനാണ് പോലീസിന്റെ സഹായം വേണ്ടത്. അറസ്റ്റ് എരുമേലിയിൽ ചൂഷണം നടത്തുന്നവർക്ക് പിന്തുണ നൽകുന്നതും അവരെ പ്രീതിപ്പെടുത്തുന്നതിനുമാണെന്ന് ശബരിമല കർമ്മസമിതി ആരോപിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയാണ് നിരക്ക് ഏകീകരിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മൈതാനങ്ങളിൽ വാഹന പാർക്കിങ്ങിന് നിശ്ചയിച്ചിരിക്കുന്ന വിലയ്ക്ക് ആനുപാതികമായാണ് സ്വകാര്യ മൈതാനങ്ങളിൽ ഫീസ് വാങ്ങേണ്ടതെന്നാണ് ഹൈക്കോടതി വിധി. മകരവിളക്ക് തീർത്ഥാടന കാലത്ത് പ്രതീക്ഷിച്ച പോലെ തിരക്കെത്തിയില്ലെങ്കിലും അമിതവില ഈടാക്കൽ തുടരുകയാണ്. ഒരു ദിവസത്തേക്ക് കാർ പാർക്കിങ്ങിന് സ്വകാര്യ മൈതാനങ്ങളിൽ 100 രൂപയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മൈതാനങ്ങളിൽ ഉൾപ്പെടെ 1000 രൂപ വാങ്ങുന്നതായും പരാതി ഉയർന്നു. പരാതികൾ വ്യാപകമായതോടെ ഇന്നലെ രാത്രിയിൽ ഡ്യൂട്ടി മജിസ്ട്രേറ്റ് തന്നെ നേരിട്ട് പരിശോധനയ്ക്കിറങ്ങി. ശൗചാലയങ്ങളിൽ അമിത നിരക്ക് വാങ്ങിയത് കണ്ടെത്തുകയും ചെയ്തു. ബാവർ സ്റ്റേഡിയത്തിലാണ് പരിശോധനയ്ക്കെത്തിയത്. അമിതവില പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡ് നീക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന തുക പ്രദർശിപ്പിക്കണമെന്നും മജിസ്ട്രേറ്റ് ജമാഅത്ത് പ്രസിഡന്റിന് നിർദ്ദേശം നൽകി. 1 കോടിയിലധികം രൂപയ്ക്കാണ് ഇത്തവണ ബാവർ സ്റ്റേഡിയം കരാർ നൽകിയിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ റവന്യൂ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്താറില്ല. ഇത് മുതലെടുത്ത് രാത്രിയിലാണ് കൊള്ളപ്പിരിവ് നടത്തുന്നത്. കഴിഞ്ഞയിടെ 3 ദിവസത്തേക്ക് കാർ പാർക്കിംഗ് ചെയ്യുന്നതിനായി വിവിധ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ 3000 രൂപയാണ് ചോദിച്ചത്. കാനനപാതയിലൂടെ ശബരിമലയ്ക്ക് പോകുന്നതിനായി കുടുംബത്തോടൊപ്പം എത്തിയതായിരുന്നു സ്വാമി. പിന്നീട് മറ്റെവിടെയോ കാർ പാർക്ക് ചെയ്യുകയായിരുന്നു. ഹൈക്കോടതി വിധി വന്നതിനു ശേഷം ശൗചാലയങ്ങളിലും വാഹന പാർക്കിങ്ങിനും അമിതവില ഈടാക്കുന്നു. ഇത്തരത്തിൽ തീവെട്ടിക്കൊള്ളയും പോലീസിന്റെ അശാസ്ത്രീയ വാഹന നിയന്ത്രണവുമൊക്കെ പതിവാകുന്നതോടെ തീർത്ഥാടകരുടെ തിരക്ക് എരുമേലിയിൽ കുറയുകയാണ്. എരുമേലി ഒഴിവാക്കി ശബരിമലയ്ക്ക് പോകാൻ ഭക്തർ നിർബന്ധിതരാകുന്നുണ്ട്.